റമളാനായി കഴിഞ്ഞാൽ സ്വഹാബിമാർക്കിടയിൽ ഭയങ്കര ആവേശമായിരുന്നു. അവർ ഈ ബാത്തുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുമായിരുന്നു. കാരണം ആദം നബിയോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ സന്താന പരമ്പരകൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ട് മാത്രമേ ഞാൻ കൂട്ടുള്ളൂ, പക്ഷെ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അത് 10 നന്മയായിട്ട് ഞാൻ രേഖപ്പെടുത്തും. റമളാനിൽ അത് 70 ഇരട്ടിയിലേറെയാണ്. പിന്നെ വരുന്നത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ്. 1000 മാസത്തെ പ്രതിഫലങ്ങളാണ് ഉണ്ടാവുക. പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരുപാട് നന്മകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അതൊക്കെ ഈ പരിശുദ്ധമാക്കപ്പെട്ട രാവുകളിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കും നന്മകൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല തരുന്ന പ്രതിഫലമാണ്. നോമ്പ് 20 കഴിഞ്ഞു. നമ്മളൊന്ന് ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്, ഈ 20 നോമ്പും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത്. സാരമില്ല, ഇനി വരാൻ പോകുന്നത് ഇത്രമേൽ പരിശുദ്ധമാക്കപ്പെട്ട രാവുകളാണ്. അള്ളാഹ് വാരിക്കോരി പ്രതിഫലങ്ങൾ തരുന്ന സമയമാണ്. ഒരുപാട് തറാവികൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും, ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇനിയുള്ള ഒരു രാവുകൾ എന്ന് പറയുന്നത് അത്രമേൽ പരിശുദ്ധമാക്കപ്പെട്ട രാവുകളാണ്. നമ്മൾ എന്തായാലും ഇത് വിനിയോഗിക്കണം. സ്വർഗത്തിലെ റയ്യാൻ കവാടം നോമ്പുകാർക്കുള്ളതാണ്. റമളാൻ മാസം കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ.